ചാലഞ്ചായിട്ടാണ്. സോ ഇത് നമ്മൾ പെട്ടെന്നൊന്ന് കണ്ടതാണ്. അപ്പം ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിള്ളേർക്കൊക്കെ ഇങ്ങനെ ചെയ്യുമ്പം. അപ്പം സംഭവം എന്ന് പറഞ്ഞാൽ ഞാനും അശ്വിൻ ചേച്ചിയും കൂടിയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഓൾറെഡി ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പം ഇന്ന് നമുക്ക് ഇതിൻ്റെ ലോങ് വീഡിയോ കാണാം. ഇവിടെ നമ്മൾ ഒരുപാട് തോന്നുന്നു 18 ലോട്ട്സ് എഴുതിയിട്ടിട്ടുണ്ട്. വേറെ 2 മാറ്റി വെച്ചിട്ടുണ്ട്. അത് സെപ്പറേറ്റ് ഇടാവുന്നതാണ്. സോ ഇത് നമ്മൾ ഇങ്ങനെ ഇടും. അതിന് ശേഷം നമ്മളാണെങ്കിൽ 18 ഉണ്ടല്ലോ, അത് ഡിവൈഡ് ചെയ്തിട്ട് എടുക്കും. അതിൽ 2 ഉണ്ട്, അത് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് എടുക്കും. സോ അത് എടുത്തതിന് ശേഷം എന്താ ചെയ്യുക, നമുക്ക് കിട്ടിയ സർപ്രൈസ് ചെയ്തിട്ട് നമ്മൾ ജേണൽ ചെയ്യണം. അത് 1 2 നമ്മൾ ചെയ്യുന്നത് 2 ജേണലാണ് നമ്മൾ ചെയ്യുന്നത്. സോ മറന്നു പോയിട്ടുണ്ട്. അപ്പം മാറ്റി വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് പേപ്പേഴ്സ് ആണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് കൺഫ്യൂഷൻ ഇപ്പോൾ 2 ആൾക്ക് ബാക്ക്ഗ്രൗണ്ട് പേപ്പേഴ്സ് കിട്ടിയാൽ അത് കുളമാവും. സോ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. സോ നമുക്കിപ്പോൾ ഇത്രയും ഉള്ളതെന്ന് പറഞ്ഞാൽ 16 പേപ്പേഴ്സ് അല്ലേ. സോ നമുക്ക് ആദ്യം ഇത് ഇത്രയും ലോട്ട് ഇടാം, എന്നിട്ട് 2 പേപ്പേഴ്സ് കൂടി ലോട്ട് ഇടാം. ഓക്കെ, ഇടാം. ഇന്നിപ്പോൾ ഞങ്ങൾ ഒറ്റ സ്ട്രെച്ചിനാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് ലോങ് ആയിരിക്കും. ചെയ്യാം. ഓക്കെ, എടുത്തിട്ട് ചേച്ചിയുടെ 2 ഉണ്ട്. സോ നമുക്കിനി ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാ ഉള്ളത് ഞങ്ങൾ വായിച്ച് ഏൽപ്പിച്ചിടാട്ടോ. ഗൈസ്, നമ്മൾ ലോട്ട് ഇട്ടതാണ്. നമുക്കിനി തുറന്ന് വായിക്കാം. ആദ്യം ചേച്ചിയുടെ വായിച്ചോ. ആദ്യത്തെ ഏതാണ്? ആദ്യത്തത് വായിച്ചോ. പേർപ്പിൾ ജേർണൽ സ്റ്റിക്കേഴ്സ്. പേർപ്പിൾ ജേർണൽ സ്റ്റിക്കേഴ്സ് ആണ് ഇട്ടത്. എനിക്ക് സ്റ്റോൺ സ്റ്റിക്കേഴ്സ്. സോ പേർപ്പിൾ ജേർണൽ സ്റ്റിക്കേഴ്സ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സ്റ്റോൺ സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്ന സംഭവം. സോ പേർപ്പിൾ ജേർണൽ സ്റ്റിക്കേഴ്സ് എന്ന് പറഞ്ഞാൽ സെറ്റ് എന്നുള്ളതാണ്. അത് ഇതുവരെയും വെളി എടുത്തിട്ടുണ്ടായില്ല. അപ്പം സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. തീർന്ന് കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഹിയർ യു ഗോ. ഓക്കെ, എനിക്ക് 2 ജേർണൽസ് അപ്പം വടിച്ചു വാരിയാണ് ഇട്ടേക്കുന്നത്. എനിക്ക് സ്റ്റോൺ സ്റ്റിക്കേഴ്സ് ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് വൺ എന്താ നോക്കാം. മാറ്റി വയ്ക്കാം. പേർപ്പിൾ ടുഡോ ലിസ്റ്റ് കറക്റ്റ് ആയിട്ട് കിട്ടി ഗൈസ്. എനിക്ക് ഡെക്കോ സ്റ്റിക്കേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ പേർപ്പിൾ ടുഡോ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ പോസ്റ്റ് നോട്ട് ആണ് സംഭവം. വെയിറ്റ് എ മിനിറ്റ്. ഹിയർ യു ഗോ. എനിക്കത് മൊത്തം നല്ലത് ഇത് കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് പറഞ്ഞാൽ ഡെക്കോ സ്റ്റിക്കേഴ്സ് ആണ്. ഇത് വെച്ച് നല്ല ഈസ്തറ്റിക് ജേർണൽ ചെയ്യാൻ പറ്റും. മാച്ച് ആയിട്ടുള്ളതാണ് എനിക്ക് ഇത്ര നേരം കിട്ടിയത്. നെക്സ്റ്റ് എടുത്തു വായിച്ചു. സീക്വൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. സോ ഹിയർ യു ഗോ. അപ്പം അടുത്തത് തന്നെയെന്ന് പറഞ്ഞാൽ പേർപ്പിൾ ജേർണൽ സ്റ്റാമ്പ്സ് ആണ് ഗൈസ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സോ പേർപ്പിൾ ജേർണൽ സ്റ്റാമ്പ്സ് എന്ന് പറയുമ്പോൾ അടിപൊളി എസ്തെറ്റിക് സ്റ്റാമ്പ്സ് ആണ്. വാഷിംഗ് ടേപ്സ് ആണ് പേർപ്പിളിന് കിട്ടിയിരിക്കുന്നത്. സോ പുള്ളിക്കാരിക്ക് വാഷിംഗ് ടേപ്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ വാഷിംഗ് ടേപ്സ് 2 ചേച്ചിക്കാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷെയർ ചെയ്യും കേട്ടോ. വാഷിംഗ് ടേപ്സ് 2 വാഷിംഗ് ടേപ്സ് കൊടുക്കുന്നുണ്ട്. ഞാൻ വായിച്ചില്ല ഗൈസ്. എനിക്ക് ഗ്രീൻ ജേർണൽ വാഷിംഗ് ടേപ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. സംഭവം അടിപൊളി വാഷിംഗ് ടേപ്സ് ആണ്. കാണിച്ചു തരാം. Yes guys, okay fine. Next blue stickers. Anime blue stickers. എനിക്ക് കിട്ടിയിരിക്കുന്ന ഗ്രീൻ ജേർണൽ സ്റ്റിക്കേഴ്സ് ആണ് ഗൈസ്. ചേച്ചിയുടെ ആനിമി ബ്ലൂ സ്റ്റിക്കേഴ്സ്. വെയിറ്റ് എ മിനിറ്റ്. അത് ഞാൻ ഗ്രീൻ സ്റ്റിക്കേഴ്സ് എടുക്കട്ടെ. അത് നല്ല ഇൻട്രസ്റ്റിംഗ് സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ. സൂപ്പർ സ്റ്റിക്കേഴ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ചേച്ചിയുടെ ആനിമി സ്റ്റിക്കേഴ്സ്. സോറി ഗൈസ്, ഇതിന്റെ ആനിമി സ്റ്റിക്കേഴ്സ് കിടക്കുന്നു. ഇത് ഇതിന്റെ അടിയിൽ കിടക്കുമായിരുന്നു. ഇതാണ്. ഇത് വെച്ചിട്ട് നമുക്ക് പേർപ്പിൾ ജേർണൽ മാത്രമേ ചെയ്യാൻ പറ്റൂ.
എനിക്ക് കിട്ടിയത്. ചേച്ചിയുടെ മുഖം നിങ്ങൾ കാണുന്നില്ല. ഓക്കെ ഗൈസ്, സോ നമുക്ക് അടുത്തത് കിട്ടിയത് എന്താന്ന് നോക്കാം കേട്ടോ. എന്താണ് കിട്ടിയത്? കവായി സ്റ്റിക്കേഴ്സോ? 2 സ്റ്റിക്കേഴ്സായി. അപ്പൊ ഷെയർ ചെയ്യേണ്ടി വരും. ഇപ്പൊ 2 സ്റ്റിക്കേഴ്സ്. എനിക്ക് കിട്ടിയ കളർ പേപ്പേഴ്സ് ആണ് ഗൈസ്. കുറച്ച് കളർ പേപ്പേഴ്സ് ആണുള്ളത്. നമുക്ക് 2 ചാനൽ ഇഷ്ടം പോലെ ചെയ്യാവുന്നതുണ്ട്. ലുക്ക്, സോ കളർ പേപ്പേഴ്സ്. ഇപ്പം ജേണലിൽ കിട്ടിക്കുന്ന കവായി സ്റ്റിക്കേഴ്സ്. അപ്പം എനിക്ക് ഏത് വേണം ഞാൻ ചൂസ് ചെയ്യാം. എനിക്ക് ആനിമേ സ്റ്റിക്കേഴ്സ് മതി. ആനിമേ എടുക്കും. ഓക്കെ, അത് സംഭവം എന്ന് പറഞ്ഞാൽ രണ്ടും സ്റ്റിക്കർ ബുക്കിനുള്ള സ്റ്റിക്കേഴ്സ് ലൈക്ക് കവായി സ്റ്റിക്കേഴ്സ് ഉണ്ടോ? സ്റ്റിക്കേഴ്സ് മറ്റേ ജേണലിന് സപ്ലൈ ചെയ്യുന്ന സ്റ്റിക്കേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഷെയർ ചെയ്തത്. സോ ഡെക്കോ സ്റ്റിക്കേഴ്സ്, സോ കവായി സ്റ്റിക്കേഴ്സ്. Watercolor pen, green list. നമുക്ക് വെച്ച് ഇതൊക്കെ ചെയ്യാം. ഗ്രീൻ സ്റ്റാമ്പ്സ്. മിനി സ്റ്റാമ്പ്സ് അല്ല, മിനി ഞാൻ ചുമ്മാ എഴുതിയതാണ്. ആക്ച്വലി ഗ്രീൻ സ്റ്റാമ്പ്സ്. ഗ്രീൻ സ്റ്റാമ്പ്സ്, ഗ്രീൻ ജേണലിലുള്ള സ്റ്റാമ്പ്സ്. എനിക്ക് കിട്ടിയ സ്റ്റാമ്പ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ആൻഡ് നമുക്ക് ബാക്കിയുള്ള സപ്ലൈസ് യൂസ് ചെയ്യാന്നുള്ളതാണ്. യൂസ് ചെയ്യണോ? യൂസ് ചെയ്യാം. സോ നമ്മൾ ഷെയർ ചെയ്യാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ എൻ്റെ ഗ്രീൻ ജേണലിലുള്ള ഇത് ഓരോന്ന് ഇത് നമ്മൾ ഷെയർ ചെയ്യണം. അല്ല, ലോട്ടിലുള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. സോ ഞാൻ ജേണൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വേറെ ചിനാമൻ റോൾ അങ്ങനത്തെ ഇതൊരു ക്യാരക്ടർ, അതിൻ്റെ ബുക്കിലാണ്. ചേച്ചി ചെയ്യുന്നതിന് ബുക്ക് ചെയ്ത ഇതാണ്. സോ നമുക്കിനി ഒരു സാധനം കൂടി എടുക്കാനുണ്ട്. അതും കൂടി നമുക്കൊന്ന് എടുക്കാം കേട്ടോ. അതാണ് ബാക്ക്ഗ്രൗണ്ട് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ഗായ്സ്, എനിക്ക് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് പേപ്പേഴ്സ് ആണ് കിട്ടിയത്. പേർപ്പിൾ എന്ന് പറയുമ്പോൾ ഈ സ്റ്റാൻസും ഒക്കെ ഉൾപ്പെടും കേട്ടോ. അപ്പം നമ്മുടെ സംഭവങ്ങളൊക്കെ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. ജേണൽ ചെയ്തോളൂ. ഇനി നമുക്ക് മെയിനായിട്ട് ഗ്ലൂ, സിസേഴ്സ്, പിന്നെ പെൻ, പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. സോ എനിക്ക് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ലോഡ് സാധനങ്ങളുണ്ട്. അപ്പം തട്ടിമുട്ടിയൊക്കെ വീഴുന്നുണ്ട്. സോ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് എൻ്റെ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് പേപ്പേഴ്സിൽ. ആൻഡ് ചേച്ചിയുടെ പേർപ്പിൾ അല്ലേ? ബാക്ക്ഗ്രൗണ്ട് പേപ്പേഴ്സ് അല്ലേ കിട്ടിയേക്കുന്നത്? കുറച്ചൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാട്ടോ. വേണ്ട, തീർന്നില്ല. ഉണ്ട് വെയിറ്റ്. എനിക്ക് വേണമെന്നുള്ളത് ഫൈനൽ ജേണല്. സോ ഗൈസ്, ഇതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. സോ ഗൈസ്, നമ്മൾ ജേർണലിംഗ് ബുക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. സോ പുള്ളിക്കാരി ഇപ്പം കൊച്ചിയിൽ ഇങ്ങോട്ട് മാറിയോണ്ട് ഈ ഒരു ബുക്കേ ഉള്ളായിരുന്നു കയ്യിൽ. സോ ഞാൻ ജേർണൽ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ ഈ ബുക്കുണ്ട്. അപ്പം ഞാനിപ്പം എടുക്കുന്നത് പറഞ്ഞാൽ ഇതായിരുന്നു എൻ്റെ ഫൈനൽ പേജ്. സോ നമുക്ക് 2 pages ഉള്ളത് ചെയ്യണം, 1 page ഉള്ളത് ചെയ്യണം. ലൈക്ക് ഒരു പേജിൽ ജേർണൽ ചെയ്യണം, 2 പേജിലായിട്ട് ജേർണൽ ചെയ്യണം. ആദ്യത്തെ ജേണൽ നമുക്ക് ഒരു പേജിൽ ചെയ്യാം. രണ്ടാമത്തെ ജേണൽ നമുക്ക് ആദ്യത്തെ ജേണൽ പറഞ്ഞാൽ ചേച്ചി ഈ ഒരു പേജിൽ മാത്രം ചെയ്യും, കുട്ടി സപ്ലൈസ് വെച്ചിട്ട്. രണ്ടാമത്തെ ജേണൽ പറഞ്ഞാൽ ഈ 2 പേപ്പറിലും കൂടി ചെയ്യും. സോ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഒരു ലിമിറ്റഡ് സപ്ലൈസ് ആണ്. കാരണം എന്ന് വെച്ചാൽ ചെയ്യുമ്പോൾ കുറച്ച് സപ്ലൈസ് ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ജേണൽ ചെയ്യാനുണ്ട്, കംപ്ലീറ്റ് ആവാറായിട്ടില്ല ജേണൽ. സോ കുറച്ച് സപ്ലൈസ് വെച്ചിട്ട് നമ്മൾ ജേണൽ ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്ക് ജേണൽ ബുക്കിൽ പതുക്കെ ജേണൽ ചെയ്യാൻ തുടങ്ങാം കേട്ടോ. സോ ഗൈസ്, പിന്നെയാണ് ഞങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചത്. സംഭവം എന്ന് പറഞ്ഞാൽ ചേച്ചിക്കാണെങ്കിൽ എന്താ പറയുക 2 ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. സോ എനിക്ക് ലിസ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലിസ്റ്റ് ഷെയർ ചെയ്യാം. എനിക്ക് ഏതാ
എനിക്ക് കിട്ടിയ സപ്ലൈസ് വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ചേച്ചിക്ക് പറഞ്ഞ ക്യൂട്ട് തീമാണ് കിട്ടിയത്. സോ ചേച്ചിക്ക് ഇതായിരിക്കും മാച്ച് ആവുന്നത്. എൻ്റെ കുറച്ച് എസ്തെറ്റിക് ആണ്. സോ ഞാൻ ഗ്രീൻ ആണ് എടുത്തിട്ട്. ഇനി ഞാൻ ചേച്ചിക്ക് കൊടുക്കാൻ പോകുന്ന സപ്ലൈസ് എന്തെന്ന് വെച്ചാൽ ഈ ഒരു മിററാണ്, മിറർ വർക്ക്. സോ ഗൈസ് നമ്മൾ ചാനൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. ഗൈസ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കില്ല, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഒക്കെ. സോ നമ്മുടെ ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പം ആദ്യത്തെ ഒരു പേജിൽ ഞാൻ തുടങ്ങുവാണ്. സ്റ്റാർട്ട് ചെയ്തോ. അപ്പം ഗൈസ് എനിക്ക് കിട്ടിയ സപ്ലൈസ് വെച്ചിട്ട് എനിക്ക് നോക്കുമ്പം ഞാൻ ആദ്യം തന്നെ എന്താണ് എന്തെങ്കിലുമൊക്കെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് പേപ്പേഴ്സിൽ നിന്നാണ് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ വലിയ പിടുത്തമില്ല. ഇത് ചാനൽ ചെയ്ത് പിടുത്തമുണ്ട്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. ഇതൊക്കെ ഒന്ന് അടുക്കി പറക്കാനാണ് പാട്. അടുക്കി പറക്കിട്ട് പോയാൽ മതി. സോ ഗൈസ് ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഇഷ്ടപ്പെട്ട കുറച്ച് സാധനം, ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു പേപ്പറാണ് ഞാൻ എടുക്കുന്നത്. സംഭവം അല്ല ഗൈസ് പറ്റില്ല. ഇതിൽ നിന്ന് ഇത് കണ്ടോ, ഇത് സ്റ്റാമ്പ്സ് ആണ്. ചേച്ചിക്ക് ഇത് ചെയ്ത് വലിയ പരിചയമില്ലാത്തതുകൊണ്ട് എന്നോട് ചോദിച്ച് എങ്ങനെ ഇത് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞു കൊടുത്തു ഇവിടെ നിന്ന് ടിയറിംഗ് അതുണ്ട്. സോ ഇത് സിസേഴ്സ് ഉണ്ട്, ടിയർ ചെയ്ത്. സോ ഗൈസ് ഞാൻ ഇപ്പം ആദ്യം തന്നെ ഇവിടെ പോസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഈ ഒരു ലിസ്റ്റിൽ നിന്നാണ്. അപ്പം ലിസ്റ്റ് ഞാൻ എടുക്കുന്നുണ്ട്. സോ ഇനി ഈ ലിസ്റ്റ് ഒന്ന് ടിയർ ചെയ്യുന്നുണ്ട്. മാക്സിമം പെട്ടെന്ന് ചെയ്യാൻ നോക്കണേ. പുള്ളിക്കാരി എന്നോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. സോ ആക്ച്വലി ഞാൻ പറയുന്നതൊന്നും പുള്ളിക്കാരിക്ക് മനസ്സിലാവത്തില്ല. എന്ന് പറഞ്ഞാൽ തമിഴാണ്. പക്ഷെ നമ്മൾ കുറച്ച് തമിഴ് അങ്ങോട്ട് പേശാറുണ്ടല്ലേ. അതുകൊണ്ട് വെക്കേഷൻ ആകുമ്പം വെക്കേഷൻ ആയതുകൊണ്ട് എനിക്ക് കൂടെ ഒരു കൂട്ടിന് ഇതിനെ കിട്ടും. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഫുൾ ചുറ്റിലും കറക്കലൊക്കെയാണ്. സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ്. സോ നമുക്ക് ഞാൻ പിന്നെ പറഞ്ഞു കൊടുക്കാവുന്നത് ചേച്ചിക്ക് അറിയാത്തതുകൊണ്ടാണ്. ഈ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഒട്ടിക്കുക, പിന്നെ ഈ നോട്ടൊക്കെ കിട്ടിയല്ല അതൊക്കെ ഇവിടെ ഒട്ടിക്കുകയും ഒക്കെ ചെയ്യുക. കളർ കോമ്പ് നോക്കിയിട്ട് വേണേ ചെയ്യാൻ. എനിക്കും ഗ്രീനും പർപ്പിളും മിക്സ് ആയിട്ടാണ് കിട്ടിയത്. ചേച്ചിക്കും ഗ്രീനും പർപ്പിളും മിക്സ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. സോ ചേച്ചിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഗ്രീനിൽ ചേച്ചിക്ക് കുറച്ച് സ്റ്റിക്കേഴ്സും സ്റ്റാമ്പ്സും ആണ് കിട്ടിയിരിക്കുന്നത്. സോ അത് വെച്ചിട്ടൊന്ന് ചെയ്യുന്നതായിരിക്കും നല്ലത്. വേറെ ഒന്നിൽ പേർപ്പിൾ ചെയ്തെടുക്കുക. എനിക്കിപ്പോൾ ചേച്ചിക്ക് കൂടുതൽ പേർപ്പിളാണ് കിട്ടിയിരിക്കുന്നത്, എനിക്ക് കൂടുതൽ ഗ്രീനുമാണ് കിട്ടിയിരിക്കുന്നത്. സോ ഞാൻ ആദ്യത്തെ ഗ്രീനാണ് ചെയ്യുന്നത്, രണ്ടാമത്തെ പേർപ്പിളാണ് ചെയ്യുന്നത്. അപ്പം പേർപ്പിളിന് എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് സപ്ലൈസേ ഉള്ളൂ, എന്നാലും നമുക്ക് ചെയ്യാം. ചേച്ചിയുടെ സപ്ലൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞതൊക്കെ ആരെങ്കിലും മനസ്സിലായെന്ന് അറിയത്തില്ല. ചേച്ചിയുടെ ഞാൻ മറന്നു വെക്കാം. സോ ഗൈസ് ഈ ഞാൻ ഒരു ലിസ്റ്റ് പേപ്പറൊക്കെ എടുക്കുന്നുണ്ട്. യൂസ് ചെയ്ത് ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്തോ. അതുകൊണ്ട് ഞാൻ വേറെ സ്റ്റിക്കേഴ്സ് ഉണ്ട്, ഇഷ്ടമുള്ളതൊക്കെ യൂസ് ചെയ്യും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒട്ടിക്കാൻ പേപ്പർ എഴുതാണ്ട് ഇതുണ്ട്. സ്റ്റാമ്പ്സിനെ വെക്കുന്നുണ്ട്, സ്റ്റാമ്പ്സ് ഉണ്ട്, ഇഷ്ടംപോലെ സപ്ലൈസ് ഉണ്ട് നമ്മുടെ ഇതിൽ. ഒട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടി തരാൻ മറന്നു. പിന്നെ മിററുണ്ട്, ഇഷ്ടംപോലെ സാധനമുണ്ട്. സോ ഗൈസ് ഞാൻ തന്നെ എടുക്കുന്നത് ഗ്രീനാണ്. എന്നിട്ട് ഞാനത് ജസ്റ്റ് ചേച്ചി എടുക്കുന്ന സ്റ്റിക്കറാണ്. സോ സ്റ്റിക്കർ ഏതാണെന്ന് വെച്ചാൽ എടുത്ത് പിന്നെ ഈ കവായി സ്റ്റിക്കർ ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ ഷീറ്റിൽ നിന്നൊക്കെ ഒട്ടിക്കാം. ഏതായാലും ഇഷ്ടമുള്ളത് സംഭവം എന്ന് പറഞ്ഞാൽ ചേച്ചി ആദ്യമായിട്ടാണ് ചെയ്തത്, അതുകൊണ്ട് ചില ബുദ്ധിമുട്ടുണ്ട്. അപ്പം എനിക്ക് കിട്ടിയ ഗ്രീൻ വാഷിംഗ് ടീപ്സ് ആണ്. ഇഷ്ടമൊന്നും അത് ചെയ്തോ കുഴപ്പമില്ല. ബട്ടർഫ്ലൈ മാത്രമാണെങ്കിൽ ബട്ടർഫ്ലൈ, റൈറ്റിങ്സ് ആണെങ്കിൽ റൈറ്റിങ്സ്, രണ്ടും കൂടി ആണെങ്കിൽ രണ്ടും ഇഷ്ടമുള്ളത് പോലെ ചെയ്തു. സപ്ലൈസ് തീർക്കില്ല, അത്രേ മാത്രമേ ഉള്ളൂ. സോ പിന്നെ വാഷിംഗ് ടീപ്പാണ് അടുത്തത് എടുക്കുന്നത്. കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് സിസ്റ്റം തരാം. സോ നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു 2 മിനിറ്റ് കൊണ്ട് ആലോചിച്ച് കണ്ടുപിടിച്ച് ഐഡിയയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പെട്ടെന്നാണ് എടുത്തത്. കുറച്ച് പെട്ടെന്നാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. കുറച്ച് പെട്ടെന്നല്ല, കുറച്ച് ഇതായിട്ടാണ് പെട്ടെന്നൊന്ന് കിട്ടിയ ഐഡിയയിൽ എന്തൊക്കെ തട്ടിക്കുട്ടി
ചെയ്യുന്നത്. സോ 2 വർഷം ടേപ്പിംഗ് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 2 ആയിട്ട് വെച്ച് നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ ബ്ലാങ്ക് ആയിട്ട് കിടക്കത്തില്ല, നല്ല ഫിൽഡ് ആയിട്ട് കിടക്കും. പിന്നെ ചേച്ചിയുടെ കാര്യത്തിൽ കിടക്കുന്ന പറഞ്ഞാൽ ചേച്ചിയുടെ കുറച്ച് വലിയ നോട്ട്ബുക്കാണ്, കുഴപ്പമില്ല. സീക്വൻസും സ്റ്റിക്കേഴ്സും പിടിക്കാൻ സെറ്റാണ് നമ്മൾ ടോട്ടലി. സോ ഗൈസ്, ഇനി ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ആനിമേറ്റഡ് സ്റ്റിക്കേഴ്സാണ്. ചേച്ചിയുടെ കയ്യിൽ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ട്, ആനിമേറ്റഡ് സ്റ്റിക്കേഴ്സ് അങ്ങ് വരെ പോയി സാധനങ്ങൾ. ഗൈസ്, സോ ഇനി നമുക്ക് നമ്മുടെ സംഭവം വന്നാൽ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം യൂസ് ചെയ്യാം. ഇതിൽ ഞാൻ ഇപ്പം ഇഷ്ടമുള്ളത് എടുത്ത് എന്നോട് ചോദിക്കുക, ഇഷ്ടമുള്ളത് എടുത്തോ. അതല്ല, സ്റ്റിക്കേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഗൈസ്, ഞാനിപ്പം എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗേളിനെ എടുത്താൽ പെട്ടെന്ന് തീർന്നു. ഇപ്പം തന്നെ ഞാൻ 10-25 എടുത്തിട്ടുണ്ട്. അല്ല, 10-25 ഒരു 10 ഇപ്പം തന്നെ വലിയതാണ്. ഇങ്ങനത്തെ ലോങ് ആയിട്ടുള്ളതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ലോങ് എടുക്കുക വേസ്റ്റില്ല. കുഞ്ഞു ഫേസ് ഉള്ളതുണ്ടല്ലോ. ചേച്ചി ഏതാണ് യൂസ് ചെയ്യുന്നത്? വേറെ സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്തോ? സോ ഞാൻ ഇപ്പം എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏഞ്ചൽ തോന്നിയ ഒരു ഭംഗിയുള്ള സാധനം ഇതാണ്. എനിക്ക് തോന്നുന്നു വെട്ടത്തിന്റെ കുറച്ച് പ്രോബ്ലം കാരണം കാണാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവാം. കാണാൻ പറ്റുന്നുണ്ടോ? ഈ ഒരു സാധനമാണ്. ഞാൻ ഇതിപ്പോ ഇവിടെ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. സോ അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഗ്രീൻ ജേർണൽ സ്റ്റിക്കേഴ്സ് ആണ്. അപ്പം ഗ്രീൻ ജേർണൽ സ്റ്റിക്കേഴ്സ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത്രയ്ക്കൊന്നും യൂസ് ചെയ്യുന്നില്ല. ഏതെന്ന് വെച്ചാൽ എടുത്തോ. ഇഷ്ടംപോലെ സ്റ്റിക്കേഴ്സ് ഉണ്ട് അതിൻ്റെ അകത്ത് പേർപ്പിൾ, ബ്ലൂ, സ്കൈ ബ്ലൂ, വൈറ്റ്, പിങ്ക്, റെഡ്. പിങ്കാണ് കുറച്ചും കൂടി കൂടുതൽ, കവായി അല്ല. നമ്മൾ ഇത് അത്യാവശ്യം കുറച്ച് ലോങ് ആണ്, സ്കിപ്പ് ചെയ്ത് പോവാതെ എനിക്ക് കാണുക. അപ്പം നമുക്കിനി നമ്മുടെ ജേർണൽ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. സോ ഫൈനലി നമ്മൾ ജേർണൽ ചെയ്ത് കഴിഞ്ഞു. ആക്ച്വലി ഞങ്ങൾ ഒരു ജേർണലേ ചെയ്തുള്ളൂ, കാരണം സമയമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഷോപ്പ് വരെയൊക്കെ ഒന്ന് പോകാനുണ്ടായിരുന്നു അല്ലേ. സോ നമ്മൾ ജേർണൽ ചെയ്ത് കഴിഞ്ഞു. അത്യാവശ്യം കിട്ടിയ സപ്ലൈസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ജേർണൽ ആദ്യം കാണിച്ചു. ചേച്ചി ആക്ച്വലി ഫസ്റ്റ് ചെയ്തതാണെന്ന് പറയത്തേ ഇല്ല, ഞാനിത് അല്ലാതെ കാണിച്ചു തരാം. നല്ല രസമാണിത്. സോ ഇതാണ് ചേച്ചിയുടെ ജേർണൽ. അപ്പം നല്ല അടിപൊളി മിറേഴ്സും സീക്വൻസൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇനി എൻ്റെ ജേർണൽ ഞാൻ കാണിച്ചു തരാം. ഏതായിരുന്നു ഞാൻ ഒരൊറ്റ പേജിലാണ് ചെയ്തത്. ഈ ഒരു പേജ് ഇതാണ് എൻ്റെ ജേർണൽ. പിന്നെ വലിയ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് സെപ്പറേറ്റ് ജേർണലാട്ടോ. അപ്പം ഇത് ഞങ്ങൾ കാണിക്കാം. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജേർണൽ ഏതാന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ. കമൻറ്റ് ഓപ്ഷൻ കൊടുക്കാൻ നോക്കാം, സംടൈംസ് ഞാൻ മറന്നു. അപ്പം ഇതാണ് നമ്മുടെ ജേർണൽ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ്. നമ്മൾ ഇനി ഓരോ ചാലഞ്ചസ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ ചാലഞ്ചൊക്കെ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. സോ ബൈ.